മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്, മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാനാളും. പറവകൾ മൃഗജാതിയിലെയുന്ന ജന്തുക്കളും, പറവകൾ മൃഗജാതിയിലെയുന്ന ജന്തുക്കളും. രാജാക്കൾ മഹത്വത്തെ പ്രഭുക്കന്മാവ ശക്തരാജാക്കൾ മഹത്വത്തെ പ്രഭുക്കന്മാവ ശക്തരക്ഷകനേ. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്, മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാനാളും. സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ, സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ. സ്വർഗാദി സ്വർഗവും മേലുള്ളവെല്ലവും, സ്വർഗാദി സ്വർഗവും മേലുള്ളവെല്ലവും താരങ്ങളും. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്, മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാനാളും. തീക്കൽ മഴാഹിമമായി കൊടുങ്കാറ്റുവാ, തീക്കൽ മഴാഹിമമായി കൊടുങ്കാറ്റുവാ. പർവ്വതങ്ങൾ എല്ലാ കുന്നുമലകളും, പർവ്വതങ്ങൾ എല്ലാ കുന്നുമലകളും വാഴ്ത്തിയിടട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്, മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാനാളും. ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാരും, വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാരും. കാപ്പുകത്തിന്നരം കൈത്താളമേളങ്ങൾ, കാപ്പുകത്തിന്നരം കൈത്താളമേളത്താൽ വാഴ്ത്തിയിടട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്, മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാനാളും. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്, മഹത്വമേ മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാനാളും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പിതാവ് മാനിക്കുവാനുള്ളവർ എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകളെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് ഒരു യഥാർത്ഥ സത്യ ക്രിസ്ത്യാനി. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ഒരു ശിഷ്യനായിരിക്കും. ഒരു ശിഷ്യൻ ഒരു ശുശ്രൂഷകനുമായിരിക്കണം. യഥാർത്ഥ വിശ്വാസിയായിരിക്കുന്നവൻ, യഥാർത്ഥ ക്രിസ്ത്യാനിയായിരിക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യണം. ശുശ്രൂഷ ചെയ്യുന്നവനാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്. തിരിച്ചും പറഞ്ഞാൽ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്നവൻ ശുശ്രൂഷ ക്രിസ്തുവിന് വേണ്ടി ചെയ്യേണ്ടവനാണ്. ശുശ്രൂഷ ചെയ്യുന്നവനുള്ള അവകാശമാണ് ക്രിസ്തു ഇരിക്കുന്നിടത്ത് ഇരുത്തപ്പെടും എന്നുള്ളത്. ഈ ഒരു സത്യം നാം ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. നമ്മുടെ ഓരോ ദൈനംദിന ജീവിതത്തിലും ഈ സത്യം എപ്പോഴും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. നാം ആ സത്യം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരും അതിൻ പ്രകാരം പ്രവർത്തിക്കുന്നവരുമായി തീരും.
കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നവൻ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഞാൻ കർത്താവിനത് ചെയ്തു, ഇത് ചെയ്തു എന്ന് പറഞ്ഞ് മാറിയിരിക്കാനുള്ളവനല്ല. തുടർമാനമായി ശുശ്രൂഷ ചെയ്യേണ്ടവനാണ്. കർത്താവ് പറഞ്ഞത് എനിക്ക് ശുശ്രൂഷ ചെയ്തവനെ എന്നല്ല, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നാണ്. അന്ത്യം വരെ ചെയ്തുകൊണ്ടിരിക്കുന്നവനെന്നാണ് അവിടെ അർത്ഥമാക്കേണ്ടത്. ഏതുവിധ ത്യാഗവും നഷ്ടവും സഹിച്ചുള്ള ശുശ്രൂഷയാണ് പ്രിയരെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ചെയ്യുന്നത്. എന്നെ അനുഗമിക്കട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത്. അനുഗമിച്ചുകൊണ്ടേയിരിക്കട്ടെ എന്ന അർത്ഥത്തിലാണ് അതും പറഞ്ഞിരിക്കുന്നത് എന്ന് മറന്നുപോകരുത്. നിന്ന വരുമ്പോൾ, പരിഹാസം കേൾക്കുമ്പോൾ, അപമാനം കേൾക്കേണ്ടി വരുമ്പോൾ, കഷ്ടം നേരിടുമ്പോൾ, നഷ്ടം സംഭവിക്കുമ്പോൾ, കൂടെ നിന്നവർ വഴിമാറിപ്പോകുമ്പോൾ, കൂടെ നിന്നവർ ഒറ്റപ്പെടുത്തുമ്പോൾ, ചോദ്യശരങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ, പുറത്താക്കപ്പെടുമ്പോൾ, അവകാശം മുടക്കുമ്പോൾ, വെല്ലുവിളി ഉയർത്തുമ്പോൾ, ഭീഷണി നേരിടേണ്ടി വരുമ്പോൾ, ഉപദ്രവിക്കപ്പെടുമ്പോൾ തുടങ്ങി ഏതു സാഹചര്യത്തിലും ഒരു വിശ്വാസി ക്രിസ്തുവിനെ വിട്ടുമാറുകയല്ല, ക്രിസ്തുവിനെ അനുഗമിക്കട്ടെ എന്നാണ് ക്രിസ്തു ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അനുഗമിക്കണമെങ്കിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് സത്യം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്നുള്ളതും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അടുത്ത അധ്യായത്തിൽ കർത്താവ് വ്യക്തമായി പറയുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയരെ, കർത്താവിൻ്റെ ശുശ്രൂഷ ഏതു ത്യാഗവും സഹിച്ചുള്ള ശുശ്രൂഷയാണ്. നാം അവനെ ശുശ്രൂഷിക്കേണ്ടത്, നാം അവനെ അനുഗമിക്കേണ്ടത് ഏതുവിധ ത്യാഗം സഹിച്ചും ആയിരിക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവർക്കുള്ള അവകാശവും പദവിയുമാണ് അവൻ ഇരിക്കുന്നിടത്ത് ഇരുത്തും, അവൻ ഇരിക്കുന്നിടത്ത് ഇരിക്കും എന്നുള്ളതും പിതാവ് മാനിക്കും എന്നതും. മറക്കരുത്, ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവനെ കർത്താവ് യേശുക്രിസ്തു ഇരിക്കുന്നിടത്ത് ഇരിക്കും, പിതാവ് അവനെ മാനിക്കും. എത്ര വലിയ ഭാഗ്യപദവിയും മാന്യതയുമാണ് കർത്താവോട് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് എന്നൊന്ന് ഓർത്തോ? ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? പ്രിയരെ, ഇത് സ്വന്തമാക്കിയവർക്കായി, ഇത് സ്വന്തമാക്കുവാൻ പോരാടുന്നവർക്കായി കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. യഥാർത്ഥ ക്രിസ്താനുഗമനം ജീവത്യാഗം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള അനുഗമനമാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് പോലും ഇല്ലാത്ത ഭാഗ്യപദവിയും അനുഗ്രഹവുമാണ് അനുഗമിക്കുന്നവർക്ക് കർത്താവ് നൽകിയിരിക്കുന്നത്. ക്രിസ്തു ചെയ്തത് ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുവാൻ ദൂതന്മാർക്കല്ല അനുവാദവും അവസരവും നൽകിയിരിക്കുന്നത്. വിളിക്കപ്പെട്ടിരിക്കുന്ന, തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നമുക്കാണ് അത് നൽകിയിരിക്കുന്നത്. അത് ത്യാഗമനോഭാവത്തോടെ ദൈവമുഖത്തേക്ക് നോക്കി ചെയ്യുന്നവനാണ് കർത്താവിനെ ശുശ്രൂഷിക്കുന്നത്. ശിക്ഷാവധിയിൽ നിന്നുള്ള വിടുതലായ രക്ഷ എന്ന വിലയേറിയ ദാനം അത് അനുഭവിച്ചവർ തന്നെ രക്ഷാദായകനെ ലോകത്തിന് വെളിപ്പെടുത്തി ശുശ്രൂഷിക്കുന്നവരാകുകയും അനുഗമിക്കുന്നവരാകുകയും വേണം. ശുശ്രൂഷ ചെയ്യുന്നവർ ഇന്ന് ഭൂമിയിലാണ് നടക്കുന്നത്. അവർ ഇപ്പോൾ ഇരുത്തപ്പെട്ടിട്ടില്ല. അവർ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, അവർ ശുശ്രൂഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്, ക്രിസ്തുവിന് പിന്നാലെ തന്നെ നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ മുന്നമേ നടന്നവനായി ക്രിസ്തു ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അവൻ ഇരിക്കുന്ന ഇടത്ത് ഇന്ന് നടക്കുന്നവരെ ഇരുത്തും എന്നുള്ളത് സംഭവിക്കാൻ പോവുകയാണ്. എന്നാൽ ആത്മീയമായി തിരഞ്ഞെടുക്കപ്പെട്ട അന്നേ നാം സ്വർഗത്തിൽ നമ്മെ ഇരുത്തിയിരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. ശുശ്രൂഷിക്കുന്നവർ ഇന്ന് അത് ആത്മീയമായി സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നുവെങ്കിലും അക്ഷരികമായവർ ഭൂമിയിൽ നടക്കുന്നവരാണ്. എന്നാൽ നാളെ അക്ഷരികമായി തന്നെ ഇന്ന് ഇവിടെ ശുശ്രൂഷിക്കുന്നവർ ഏവരും അവിടെ ഇരിക്കുന്നവരായിത്തീരും. പ്രിയരെ, ആകയാൽ മടുപ്പുള്ളവരാകാതെ ശുശ്രൂഷിക്കുന്നവരായി തീരുക, അതിൽ കൂടി അനുഗമിക്കുന്നവരായി മുന്നേറുക. കൂടപ്പുറപ്പേ, ഇന്നിവിടെ ശുശ്രൂഷിക്കുന്നവൻ ഇരിക്കുവാൻ അനുവാദമില്ല. ഇത് നമുക്ക് അധ്വാനത്തിൻ്റെ, പ്രയത്നത്തിൻ്റെ നാളുകളാണ്.
നാം വിശ്രമിക്കുവാൻ ഉള്ള നാളുകൾ നമുക്ക് ആയിട്ടില്ല. എന്നാൽ നമുക്ക് നമ്മുടെ നാഥന്റെ സംസർഗവും സാന്നിധ്യവും വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുണ്ട്. തിരുവചനം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇന്നും ലഭിക്കുന്ന ആശ്വാസവും സാമീപ്യവുമാണ് അത് എന്ന് മറന്നു പോകരുത്. ആകയാൽ വലിയൊരു മാന്യത നമുക്ക് ലഭിക്കുവാൻ പോകുന്നു. ശുശ്രൂഷിക്കുന്നവനെ പിതാവ് മാനിക്കുവാൻ തുടങ്ങുന്നു. മടുത്തു പോകാതെ ത്യാഗമനോഭാവത്തോടെ പ്രിയരെ കർത്താവിനെ അനുഗമിക്കുക, കർത്താവിനെ ശുശ്രൂഷിക്കുക. അതിൽ കൂടി ആ വാഗ്ദത്ത നിവർത്തീകരണങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ ഇടയായിത്തീരും. ഇന്ന് പകലിലും അപ്രകാരമുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് ദൈവസന്നിധി നമ്മളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടച്ചാൽ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുവാനും ധ്യാനിക്കുവാനും അടികളുടെ ജീവിതത്തിൽ ഒരവസരം കൂടെ, ഒരു നല്ല ദിനം കൂടെ ദാനം തന്നല്ലോ. ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന നിത്യമായി നിലനിൽക്കുന്ന ഈ വചനത്തിനായി, ഈ ചിന്തകൾക്കായി, ഉപദേശങ്ങൾക്കായി സ്തോത്രം. അപ്പച്ചാ, ഇത് കേട്ടവരായിട്ടല്ല, കേട്ട് മറന്നവരായിട്ടല്ല, കേട്ട് ചെയ്തവരായി, കേട്ട് അനുസരിച്ച് നടക്കുന്നവരായി ഞങ്ങൾ ഒരു നാൾ കർത്താവ് ഇരിക്കുന്നിടത്ത് ഇരുത്തപ്പെടും, പിതാവ് ഞങ്ങളെ മാനിക്കും എന്നുള്ള വാഗ്ദത്തം പ്രാപിക്കുന്നവരായി തന്നെ ജീവിതം നയിക്കുവാൻ, കർത്താവിനെ അനുഗമിച്ചുകൊണ്ടേയിരിക്കാൻ, കർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടേയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് പകലിലും ഞങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കണം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ, ചെയ്യുന്നവരായി തീരുവാൻ ഇടയായി തീരണമേ. അപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുമേ, അപ്പച്ചാ, ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും പകർന്ന് അനുഗ്രഹിക്കണം, മാനിക്കണം. കർത്താവെ, ഞങ്ങൾക്ക് തന്ന വചനത്തിനായി, നല്ല അനുഭവങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ, സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ. സ്വർഗാദി സ്വർഗവും മേലുള്ളവെല്ലവും, സ്വർഗാദി സ്വർഗവും മേലുള്ളവെല്ലവും താരങ്ങളും. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്, മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാനാളും. തീക്കൽ മഴാഹിമമായി കൊടുങ്കാറ്റുവാ, തീക്കൽ മഴാഹിമമായി കൊടുങ്കാറ്റുവാ. പർവ്വതങ്ങൾ എല്ലാ കുന്നുമലകളും, പർവ്വതങ്ങൾ എല്ലാ കുന്നുമലകളും വാഴ്ത്തിയിടട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാനാളും. ബാലന്മാരും യുവതികൾ യുവാക്കന്മാരും, ബാലന്മാർ യുവതികൾ യുവാക്കന്മാരും. കാപ്പുകത്തിന്നരം കൈത്താളമേളങ്ങൾ, കാപ്പുകത്തിന്നരം കൈത്താളമേളത്താൽ വാഴ്ത്തിയിടട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്, മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാനാളും. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്, മഹത്വമേ മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാനാളും.